ഹലോ കൂട്ടുകാരെ, ഇവർ വിവാഹിതരായൽ എന്ന സീരിയലിൽ ഇന്ന് ഭൂമി രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. കൂടെ അച്യുതനും ഉണ്ട്. അങ്ങനെ ഓട്ടമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അച്യുതൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്കൊരു ഉഷാറില്ലല്ലോ, കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന്. ഏയ് ഒന്നുമില്ല അച്ഛാ എന്ന് പറയുകയാണ്. അച്ഛാ എനിക്ക് വയ്യ, ഞാൻ ഇനി ഓടുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അച്യുതൻ പറയും, നിനക്ക് വല്ലാത്തൊരു ക്ഷീണമുണ്ട്, എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ പറയണം കേട്ടോ മോളെ, പിന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞ് അവിടെ വെള്ളവും പഴങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും അവൾ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ അവൾ വണ്ടിയിൽ കയറുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നമുക്കിനി വണ്ടി ശരിയാക്കാൻ കൊടുക്കാം അച്ഛാ. ഏയ് അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, കാരണം ഈ വണ്ടീനെ ശരിയാക്കിയാലും അധിക കാലം ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോഴാണ് അച്യുതനൊന്ന് ചുമയ്ക്കുന്നത്. ചുമയ്ക്കുമ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ അവൾ പറയും, നമുക്ക് അച്ഛാ വേഗം ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞ് അവൾ ആശുപത്രിയിലേക്ക് അച്യുതനെയും കൊണ്ട് പോവുകയാണ്. അച്യുതൻ പക്ഷേ വരാൻ വില്ലിങ്ങൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അച്യുതൻ പുറത്തിരിക്കുകയാവും. ഡോക്ടർ പറയും, പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം, ഇല്ലെങ്കിൽ അച്യുതനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. അപ്പോൾ ഭൂമി പറയും, സാർ അങ്ങനെ പറയരുത്, ഞാൻ പല വഴിയും നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല, പൈസയ്ക്ക് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ക്യാൻറ്റീൻ്റെ പേരും പറഞ്ഞിട്ടാണ് പലരും എനിക്ക് പൈസ തരാത്തത്. അവരുടെയൊക്കെ വിചാരം വലിയ എന്തോ ഹോട്ടലാണെന്നാണ്, പക്ഷേ എൻ്റെ ബുദ്ധിമുട്ട് എനിക്കല്ലേ അറിയുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാനൊരു കത്ത് തരാം, അൽഫോൺസ എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ഉണ്ട്, അവിടെ ഈ കത്ത് കാണിച്ചു കൊടുത്തു നോക്കുമെന്ന്. അപ്പോൾ ഭൂമി പറയും, താങ്ക് യു സർ എന്ന് പറഞ്ഞ് ഭൂമി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അച്യുതൻ ചോദിക്കുക, എന്താ മോളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂക്കുന്ന ബ്ലഡ് വരുന്നത്? ഓ അത് വേറൊന്നുമില്ല അച്ഛാ, അത് അൾസറിൻ്റെയാണ്, ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട് പിന്നെ എന്നാൽ നമുക്ക് പോയാലോ മോളെ? അയ്യോ അത് പറ്റില്ല അച്ഛാ, ഒരു കത്ത് വാങ്ങിക്കാണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്, ഞാൻ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഭൂമി മരുന്ന് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അച്യുതൻ തനിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ വാടക കൊലയാളി കമാല ആ വഴി വരുന്നത്. അപ്പോൾ അച്യുതനെ നോക്കിക്കഴിഞ്ഞിട്ട് അയാളൊരു കത്തി എടുത്ത് അച്യുതൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ മകൻ്റെ ആത്മഹത്യ കേസ് തെളിയിച്ചതിൻ്റെ സന്തോഷത്തിന് പോലീസുകാർ ഒരു മാലയൊക്കെ വാങ്ങി നമ്മുടെ അജയനൊരു അഭിനന്ദനം കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് അജയ് വരുന്നത്. അപ്പോൾ അജയിനെ സ്വീകരിക്കണം, അവരെ മാലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അജയ് പറയും, ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന്. അപ്പോൾ നമ്മുടെ വേറൊരു ഹെഡ് കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, സാർ ഭൂമിയും കൂടി വിളിക്കാമായിരുന്നു നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്ന്. അപ്പോൾ അത് തീരെ അജയിന് ഇഷ്ടപ്പെടുന്നില്ല. അജയ് പറയും, എന്നാൽ ഒരു ചായക്കടക്കാർ കേസ് തെളിയിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളതിനെ പബ്ലിസിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞ് അജയ് ദേഷ്യപ്പെട്ടിട്ട് അകത്തോട്ട് പോകും. പക്ഷേ ഇതൊക്കെ കണ്ട് ഭൂമി അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഭൂമി മറ്റുള്ള പോലീസുകാർ പറയും, ഞങ്ങൾ മോളെ ആത്മാർത്ഥമായിട്ടാണ് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞത്, പക്ഷെ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഭൂമി പറയും, അതൊന്നും സാരമില്ല ചേട്ടാ, എനിക്കിതൊക്കെ മനസ്സിലായി എന്ന്. അപ്പോൾ ഭൂമിയും അജയൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ തർക്കുത്തരം പോലെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഭൂമി പറഞ്ഞു, എൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ കുറച്ച് ഓവറാക്കി കൊളാക്കി, അതുകൊണ്ട് ഞാനൊന്ന് സാറിൻ്റെ അടുത്ത് പോയിട്ട് സോറി പറഞ്ഞിട്ട് വരാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതേ സമയം അജയ് ക്യാബിലാണ്. അജയിൻ്റെ ഫ്രണ്ട് ആൽഫ്രഡും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അജയിൻ്റെ ഫ്രണ്ട് ആൽഫ്രഡ് ചോദിക്കും, നിനക്ക് എന്താ അജയ് ഇങ്ങനെ കോംപ്ലക്സ്, ശരിക്കും ഈ കേസ് തെളിയിക്കാൻ അവൾ നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ എന്ന്. അപ്പോൾ അജയ് പറയും, അവളെന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ എന്നല്ല, അവൾ ഇതിൽ പൂർണ്ണമായിട്ടും ഇതിന് സഹായിച്ചത് അവൾ തന്നെയാണ്, അവൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ കാമുകി പോയതിന് ശേഷം എൻ്റെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു, എനിക്ക് ആരെ അംഗീകരിക്കാനൊന്നും പറ്റുന്നില്ല, അതാണ് എൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുകയാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഭൂമി ക്യാബിനിലോട്ട് കയറി വരുന്നതാണ് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭൂമിയോട് പറയും, ഭൂമി പറയും, സോറി സാർ, ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്തു പോയി, ഞാൻ സാറിൻ്റെ അടുത്ത് കുറച്ചധികം പ്രസംഗം കാണിച്ചു, സാറിനോട് ക്ഷമിക്കണമെന്ന്. അപ്പോൾ അജയ് പറയും, ഞാനും സോറി പറയാം, കാരണം നീ കാരണം തന്നെയാണ് ഈ കേസ് തെളിഞ്ഞത്, അതുകൊണ്ട് ഞാനും സോറി പറയാമെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ട ഭൂമി പറയും, അയ്യോ സാറിങ്ങനെ സോറി ഒന്നും പറയല്ലേ, കാരണം സാറ് ചൂടാകുമ്പോഴാണ് സാറിനെ കാണാൻ നല്ല ചന്തം, ഇപ്പം സാറിനെ കാണാൻ ഒരു ചന്തവും ഇല്ല, ഇങ്ങനെ സാറിങ്ങനെ പൂച്ചക്കുട്ടിയെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ചന്തവും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അത് കേട്ടതോട് കൂടിയിട്ട് അജയ് അങ്ങോട്ട് ചൂടാവും. അജയ് പറഞ്ഞു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, പറഞ്ഞ് നീ എൻ്റെ തലയിൽ കയറി നിരങ്ങാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞ് അജയ് അങ്ങോട്ട് അവളെ ചീത്ത പറയുകയാണ്. അപ്പോൾ ആ വഴക്ക് കേട്ടിട്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് ഭൂമി. അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഭൂമിയെ വഴക്ക് പറയുന്നത്. ഇത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. കൂടുതൽ നേരത്തെ ഈ സീരിയലിലെ വിശേഷങ്ങൾ വരാൻ ആദ്യം നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക, ഹൈപ്പ് തരാൻ ശ്രമിക്കുക. താങ്ക്